അംബിക എന്നെ വല്ലാതെ വേട്ടയാടി വേണു. ഞാൻ ഇക്കാലം അത്രയും അവളുടെ കസ്റ്റഡിയിലായിരുന്നു. നിനക്ക് എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടപ്പോ പോലീസിനെ സമീപിക്കായിരുന്നില്ലേ? അതിനൊക്കെ കുറെ ശ്രമിച്ചതാ വേണു. പക്ഷെ അവള് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. പണ്ട് ബോംബെയെ കിടുകിടാ വിറപ്പിച്ച അധോലോക രാജാക്കന്മാരില്ലേ, അവരെക്കാളും ഭയങ്കരിയാ അംബിക. മിനിസ്റ്ററുടെ ചേച്ചി എന്ന പേരില് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതന്മാരുമായിട്ടാ ഇവൾക്ക് ബന്ധം. പിന്നെ വാരി എറിയാൻ സൂര്യമംഗലത്തിന്റെയും പ്രതാപന്റെയും കാശും. പിന്നെ എന്ത് വേണം അവൾക്ക്? പശുത്തൊഴുത്തിലെ ചാണകം വരിയും പാല് വിറ്റ് നടന്ന ഒരു പെണ്ണ ഈ അംബിക. അവളൊരു ക്രിമിനലാ വേണു. ശരിയാണ്. മഹാദേവ വർമ്മ സാറിന് ഇവിടെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പത്മയും പ്രതാപനെയും തമ്മിൽ അകറ്റേണ്ടത് അംബികയുടെ അജണ്ടയായിരുന്നു. പ്രതാപന്റെ ജീവിതത്തിൽ പത്മ ഉണ്ടാകരുത്. അതിനവൾ കരുവാക്കിയത് എന്നെയായിരുന്നു. എനിക്കൊരു കൊച്ചു പെങ്ങളായിരുന്നു പത്മ. അത് വേണമെന്നും അറിയാലോ. അറിയാള്. വർമ്മ സാർ ഇതൊക്കെ വിശ്വസിച്ചതാ എനിക്ക് അത്ഭുതം. വിശ്വസിക്കുന്ന തരത്തിലാ വേണു അവൾ ഓരോ കരുക്കളും നീക്കിയത്. പണ്ട് വർമ്മ സാറും ഞാനും തമ്മിൽ അകലാനുള്ള കാരണവും ഇത് തന്നെയാ. ഞാൻ പത്മാവതി മാഡത്തെ ന്യായീകരിച്ച് സംസാരിച്ചു. അത് വർമ്മ സാറിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അകന്നു മാറിയേക്കാന്ന് ഞാനും കരുതി. പിന്നെ രാജുവായിട്ടുള്ള ബന്ധാ ഞങ്ങളെ വീണ്ടും അടുപ്പിച്ചത്. ഈ പീഡനങ്ങൾക്കിടയിലും ഞാൻ ജീവനോടെ നിൽക്കുന്നതിനും എന്നെ നിലനിർത്തിയതിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ ജീവിതം തകർന്നു, അംബിക തകർത്തു. പക്ഷെ പത്മാവതിയുടെയും പ്രതാപന്റെയും ജീവിതത്തിൽ നടന്ന യഥാർത്ഥ കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം ഞാൻ പ്രതാപനോട് പറയും. പ്രതാപൻ സത്യം അറിയണം. ഇല്ലെങ്കിൽ ഞാൻ അറിയിക്കും. പത്മയും പ്രതാപനെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയാ എന്റെ ഈ ജന്മം ജീവിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ വേദനകളൊന്നും അല്ല വേണു ഞാൻ അനുഭവിച്ചത്. എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം. സത്യം എന്താണെന്ന് പ്രതാപനെ ബോധ്യപ്പെടുത്തണം. പിന്നെ ആ അംബികയെ തീർക്കണം. അവളെ ഞാൻ കൊല്ലും. ഞാൻ തന്നെ കൊല്ലും. മാഡത്തോട് എന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ല. ഒരു ലെറ്റർ എഴുതി കൊടുക്കാം. ഇതേ മുറിയിൽ വെച്ച് ലെറ്റർ എഴുതി മാഡത്തിന് നൽകാം. ഒരു വിവരവും ഇല്ലാത്ത ഈ തള്ള നമ്മള് കൊള്ളാലോ. തൽക്കാലം ഞാൻ നിർത്തുന്നു. കാമുകി കാമുകന്മാരെ അടിവച്ച് പിരിയുന്നതോടെ എന്റെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഇട്ടേക്കണം. അംബിക വർമ്മ വാക്ക് പറഞ്ഞ അത് വാക്കാ. ഓക്കെ. വിചാരിച്ച പോലെയല്ല ഇവര്. കൊള്ളാം. മായമില്ലാത്ത വേഷ. എന്താ ഇവരിപ്പോ ചെയ്യാൻ പോകുന്നേ? എന്തായാലും കാണാം. എന്റെ ഹൃദികയോട് എന്റെ പ്രണയം പറയാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി. എന്റെ ഡിയറ് എന്നോട് ക്ഷമിക്കണം. ഞാനും എന്റെ ചക്കര പരട്ടിപ്പാരനെയും തമ്മില് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി. ഞങ്ങളുടെ മാരേജ് ലൈഫ് നീയായിട്ട് തകർക്കരുത്. തകർക്കരുത്. പല പ്രാവശ്യം ഞാൻ എന്റെ ഹൃദികയോട് എന്റെ പ്രണയം പറയാൻ വേണ്ടി വന്നതാ. നമ്മുടെ കഷ്ടകാലത്തിന് അന്നൊന്നും പറയാൻ പറ്റിയില്ല.
ഞാനും റിയയും തമ്മിലുള്ള വിവാഹബന്ധം പല പ്രാവശ്യം നിന്നോട് പറയാൻ ഞാൻ ഒരുങ്ങിയതാ. പക്ഷെ സാധിച്ചില്ല. പക്ഷേ ഇപ്പോ എന്റെ ഋതിക എന്റെ അടുത്തില്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ. നിന്നെ ഒരു താലി കെട്ടിയെന്ന് വച്ച് എനിക്ക് റിയയെ മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റില്ല. ഞാൻ എന്റെ ഹൃദയത്തിൽ ഋതികയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. നിന്നോടെനിക്ക് പ്രണയം. ഇന്നു മുതല് നമ്മുടെ പ്രണയകാല ജീവിതം ആരംഭിക്കാം. അതോടെ ഒരു വിവാഹ ജീവിതവും. ഇന്ന് ഋതികയുടെ മാത്രം